السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 360. മറ്റു നിസ്കാരങ്ങളെ അപേക്ഷിച്ച് പെരുന്നാൾ നിസ്കാരത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പെരുന്നാൾ നിസ്കാരത്തിലെ സ്പെഷ്യൽ തക്ബീറുകൾ. അഥവാ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരികയും ശേഷം 7 തക്ബീറുകൾ ചൊല്ലുകയും വേണം. രണ്ടാം റക്അത്തിലേക്ക് വരുമ്പോഴുള്ള തക്ബീറിന് പുറമെ 5 തക്ബീറുകൾ കൊണ്ടുവരണം. ഈ തക്ബീറുകൾ വലസ്ന ഫർളൻ വല ബഅ്ളൻ, ഇത് നിസ്കാരത്തിൻ്റെ ഫർളായ തക്ബീറല്ല, അബ്ആദ് സുന്നത്തിൽപ്പെട്ടതും അല്ല. പിന്നെയോ ബൽഹിയ കബഖിയത്തി ഹൈആത്തി സ്വലാഹ്, ഇത് ഒരു ഹൈഅത്ത് സുന്നത്താണ്, ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. ജനാസ നിസ്കാരത്തിലുള്ള തക്ബീർ പോലെയല്ല. ജനാസ നിസ്കാരത്തിലെ തക്ബീർ അത് നിർബന്ധമാണ്, ആ നിസ്കാരത്തിൻ്റെ ഫർളാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ നിസ്കാരത്തിൻ്റെ ഫർളല്ല. അതുകൊണ്ട് തന്നെ ആ തക്ബീർ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല. അബ്ആദ് സുന്നത്തിൽപ്പെട്ടതും അല്ല എന്നതുകൊണ്ട് ആ തക്ബീർ ഉപേക്ഷിക്കുന്ന പക്ഷം അത് സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കേണ്ടതും ഇല്ല. ഹൈഅത്ത് സുന്നത്താണ്, പക്ഷേ തക്ബീർ ഉപേക്ഷിക്കുന്നത്, ബോധപൂർവം ഉപേക്ഷിക്കുന്നത് കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീർ ബോധപൂർവം ഉപേക്ഷിക്കാൻ പാടില്ല. ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ. ഇതിൽ എണ്ണം കുറയ്ക്കുകയോ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യാനും പാടില്ല. അതും കറാഹത്ത് തന്നെയാണ്. ഈ തക്ബീറുകളെ ശബ്ദമുയർത്തിയാണ് കൊണ്ടുവരേണ്ടത്. ഇമാമ് മാത്രമല്ല, മഅ്മൂമിനും ഈ നിയമം ബാധകമാണ്. ഇമാമായാലും മഅ്മൂമായാലും പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ ഉച്ചത്തിൽ കൊണ്ടുവരണം എന്നു കാണാം. അത് സുന്നത്താണ്. വയുസന്നുൽ ജഹ്റു ബിത്തക്ബീർ ഐ വഇൻ കാന മഅ്മൂമൻ. തുഹ്ഫയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ വ്യക്തമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. തക്ബീറുകളെ മാത്രമാണ് ഉച്ചത്തിൽ കൊണ്ടുവരേണ്ടത്. അതേസമയം ഓരോ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ്, അതിനെ പക്ഷേ ഉച്ചത്തിലാക്കാൻ പാടില്ല. അത് ഇമാമായാലും മഅ്മൂമായാലും മുൻഫരിദായാലും എല്ലാം സിറാക്കി വേണം പറയാൻ. ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സ്പെഷ്യൽ ഭാഗമായിട്ടുള്ള തക്ബീറുകൾ ആ തക്ബീറുകളെ വളരെ ബോധപൂർവം
താൽപ്പര്യപൂർവം കൊണ്ടുവരേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.